കിടിലം പുത്തൻ ഷോറൂം കണ്ടീഷനിലാണ്. കിടക്കാച്ചി വണ്ടിയല്ലേ? തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 60,000 കിലോമീറ്റർ കറക്റ്റ് ഓട്ടം കുറവാണ്. ഓട്ടം കുറവ്. അതിന്റെ ക്വാളിറ്റി കണ്ടുകൂടാ വണ്ടിയിലെ. മെക്കാനിക്കൽ ബോഡി കാര്യങ്ങൾ, സീറ്റ് കവർ, AC. ഇനിയിപ്പോ ഇൻഷൂർ ആണ്. ഇൻഷൂർ നമ്മൾ പുതിയത് എടുത്തിട്ട് ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോ ഇൻഷൂർ എടുത്താണ് കൊടുക്കും. വേറെ ഷെഡ് കൊണ്ടുപോയിടാം. എല്ലാ സ്റ്റാരിംഗ് കൺട്രോൾ വരുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ഉണ്ട്. ഇത് എത്ര ആസ്ക് ചെയ്യണേ? ഇത് നമുക്ക് കൊടുക്കണ വില പറഞ്ഞാ പോരെ? മതി. ഇത് 2,65,000 റെഡി ക്യാഷ് കിട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കാം. 2,65,000 പുതിയ ഇൻഷൂർ എടുത്ത് കൊടുക്കാം. ഫുള്ള് 75 ഇവിടെ ചോദിക്കുന്ന വില. ഞാനിത് കിട്ടന്റെ വിലയാണ് പറയുന്നത്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാൻ എന്നുള്ളത് നമ്മുടെ പാണ്ടിക്കാട്ടെ ലത്തീഫ് ഖാന്റെ റയ്യാൻ യൂസർ കാറിലാണ്. അതായത് സാധാരണക്കാര വാഹനങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഷോറൂമാണ്. എന്നിരുന്നാലും ഇപ്പോ ഫുള്ള് സെറ്റപ്പ് മാറ്റിയിട്ടുണ്ട് ലത്തീഫ് ഖാ. റേഞ്ച് കൂടുതലുള്ള വണ്ടികളൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ക്രിസ്റ്റ ഉണ്ട്, ക്രെട്ട ഉണ്ട്, പുത്ത മോഡൽ 10-18 ലക്ഷം രൂപന്റെ ക്രെട്ട, പിന്നെ ക്രിസ്റ്റ ഉണ്ട്. ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ലത്തീഫ് ഖാ എന്തൊക്കെ ഉണ്ട്? വളരെ സുഖമായിട്ട് പോകുന്നു. പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പുതിയ സ്റ്റോക്കുകൾ ഇതുവരെ വണ്ടി മുഴുവൻ തീർന്നിട്ട് വണ്ടി കിട്ടാണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ പുതിയ സ്റ്റോക്ക് ഇങ്ങനെ ആയി വരുന്നുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് വിളിച്ചത്. അതെ. ഓക്കെ. ഈ യുദ്ധത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും മൂപ്പർക്ക് ഒരു ക്ഷീണമില്ല കേട്ടോ. മൂപ്പർക്ക് വണ്ടി നല്ല പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. പോട്ടെ. കച്ചവടമുണ്ടല്ലേ? കച്ചവടമുണ്ട്. വണ്ടി ചെറുവണ്ടികൾ മൊത്തം പോയല്ലോ. അപ്പൊ കുറച്ച് കൂടിയ ഐറ്റംസ് വണ്ടിയാണ് ഇറക്കിയിട്ടുള്ളത്. ഓക്കെ. കുറച്ച് റേഞ്ച് കൂടുതലുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലേ? പിന്നെ ബ്രസ് ഉണ്ട്, ഡീസല് അല്ല? ബ്രിസ, ക്രെറ്റ, ഇന്നോവ ക്രെറ്റ, അങ്ങനെ വേണ്ട സ്വിഫ്റ്റ്, ഡസ്റ്റർ, കാണിച്ചു കൊടുക്കുക. പിന്നെ പ്രേക്ഷകരുടെ വാറന്റി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമോ? വാറന്റി ഇവിടെ വന്നിട്ട് ഓൽക്ക് എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഓപ്ഷൻ നിങ്ങൾ കൊടുക്കും. ഓൽക്ക് ഇഷ്ടമല്ല വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ. എവിടെ വേണ്ടിട്ട് ഓല് ചെക്ക് ചെയ്യാം. നമ്മള് പരമാവധി ചെക്ക് ചെയ്തിട്ടാണത് എടുക്കുന്നത്. പിന്നെ ഓല ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. പറ്റുകയാണെങ്കിൽ മാത്രം ഓല് എടുത്താൽ മതി. നമ്മളുള്ളതുള്ള മാതിരി പറയും. ഇനി അതിന്റെ പുറത്ത് ഓൽക്ക് എല്ലാ ചെക്കപ്പും ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും അല്ല? ഓക്കെ. അപ്പോ ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ? ലൊക്കേഷൻ ഇപ്പൊ നമ്മള് പെരിന്തൽമണ്ണ വരികയാണെങ്കിൽ നിലമ്പൂര് റൂട്ടാണ്. പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, വണ്ടൂര്, നിലമ്പൂർ റൂട്ടിന്. പാണ്ടിക്കാട് കഴിഞ്ഞ് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ കാളങ്കാവ് പറഞ്ഞ സ്ഥലം. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ വണ്ടി കാണിച്ചു കൊടുക്കാം. മുന്തിരി കളറിൽ വന്നിട്ടുള്ള ഒരു ഖിദ്മത്തിന്റെ ക്രിസ്റ്റയാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണിക്കുന്നത്. ലത്തീഫ് ഖാ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തേ. ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ 2017 വണ്ടി, 1,20,000 കിലോമീറ്റർ കറക്റ്റ് ഓട്ടാണ്. വണ്ടിക്ക് 1 രൂപയുടെ മെക്കാനിക്കൽ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ് വണ്ടി. നമ്മൾ പരമാവധി നോക്കിയിട്ടാണ് വണ്ടി എടുക്കല്. കൂടുതൽ കിട്ടണ മുഴുവൻ എടുക്കലില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി, നമുക്ക് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെട്ട വണ്ടികളുണ്ടല്ലോ, അതുപോലത്തെ വണ്ടി മാത്രമേ നമ്മൾ എടുത്ത് നമ്മളെ പ്രേക്ഷകർക്കും കൊടുക്കലുള്ളൂ. അപ്പൊ അത്രയും നോക്കിയിട്ട് എടുത്ത വണ്ടിയാണ്. അത്രയ്ക്ക് പക്ക വണ്ടി. പിന്നെ വണ്ടി വന്ന് നോക്കിയാൽ ഈ അറിയുന്നോല് ഇത് ഇത്രയും പൈസ മുടക്കി എടുക്കുമ്പോ അങ്ങനത്തെ ആളുകളാണുള്ളത് എടുക്കുക. അപ്പൊ ഓര് വന്ന് നോക്കിക്കോട്ടെ. എന്തായാലും ഇങ്ങനത്തെ വണ്ടി എടുക്കുമ്പോ എല്ലാരും ഫുൾ ചെക്ക് ചെയ്യാതിരിക്കൂല. എന്തായാലും ചെക്ക് ചെയ്ത് റീപ്ലേസ് കാര്യങ്ങൾ തട്ടുമുട്ടൊന്നും വണ്ടിമല്ല. ഒരു റീപ്ലേസ് ഇല്ല. ഒരു ഫ്രണ്ടത്തെ ഗ്ലാസ് കമ്പനിന്ന് ഇത് നമ്പർ ആക്കിയ വണ്ടിയാണ് ഇങ്ങോട്ട്. നമ്പർ മാറിയ വണ്ടി. അപ്പൊ ഫസ്റ്റ് ഓണർ കയ്യിൽ നിന്ന് ഇപ്പൊ സെക്കൻഡ് ഓണർ പേരിലാണ് വണ്ടി. സെക്കൻഡ് ഓണർ. ഫ്രണ്ടത്തെ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഒറിജിനൽ ടയോട്ടയുടെ ഗ്ലാസ് ആണ്. അത് അവിടെ തന്നെ അല്ല, അത് നമ്മൾ കൊടുത്തിട്ട് ഇതിന്റെ പാർട്ടി മാറിയതാണ്. അത് ചെറിയൊരു വര ഇങ്ങനെ ഉണ്ടായിരുന്നു. സ്ക്രാച്ച് ഉള്ളതാ. അത് മാത്രം അതിന്റെ ഫോട്ടോ സഹിതം അവിടെ ഉണ്ട്. സ്ക്രാച്ച് ആയത് മാറ്റുമ്പോൾ ഫോട്ടോ സഹിതം നമ്മളെ കയ്യിലുണ്ട്. അത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഹിസ്റ്ററി കാണിച്ചു കൊടുക്കാൻ പറ്റും. എടുത്തോട്ടെ നമ്പർ ഹിസ്റ്ററി എടുത്തിട്ട് വന്നാൽ മതി. ഇതിൽ ഓട്ടം കറക്റ്റ്, ഇഞ്ചിന്റെ സൗണ്ട് കാര്യങ്ങൾ ക്വാളിറ്റി കണ്ടവർക്ക് അറിയാലോ. അതെ, നല്ല പെട്ടി പീസ് അല്ല? നല്ല പീസാണ്. കണ്ണി ചിമ്മിട്ട് എടുക്കാൻ പറ്റുമോ? കണ്ണി ചിമ്മി തുറന്നു നോക്കെടുക്കാം. എങ്ങനെ വേണമെങ്കിലും. ഇത് എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യണേ? ഇത് നമുക്ക് 13 ലക്ഷം റുപ്യ നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ വണ്ടി കൊടുക്കാം. 13 ലക്ഷം റുപ്യ കയ്യിൽ കിട്ടുകയാണെങ്കിൽ വണ്ടി കൊടുക്കാം. വണ്ടി വണ്ടി 100ക്ക് 100 ഒരു ക്രെട്ട കാണിച്ചു കൊടുക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടി അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല്? ഇത് 2020 ആണ് വണ്ടി. വെറും 46,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വെറും 46,000 കിലോമീറ്റർ കറക്റ്റ് ഓട്ടം. സിംഗിൾ ഓണർ. സെക്കൻഡ് ഓണർ. രണ്ടാമത്തെ ഓണറെ പേരിൽ മാറിയിട്ടുണ്ട്. ഓക്കെ.
പിന്നെ വേറെ ഒന്നും പറയാല, അലൈവില് കാര്യങ്ങൾ ഫുൾ ഓപ്ഷൻ അല്ല, ഫുൾ ഓപ്ഷൻ വേണ്ട എല്ലാ ഫിറ്റിംഗ്സും ഇതുമുണ്ട്. ഓക്കെ. അലൈവില് ടച്ച് സ്ക്രീന്, പിന്നെ AC കാര്യങ്ങള് ഫുൾ ഓപ്ഷന്റെ എല്ലാ ഇതും ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോള്, സൺറൂഫ് മാത്രം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, സൺറൂഫ് മാത്രം ഉണ്ടാവും, ബാക്കി എല്ലാ ഫിറ്റിംഗ്സും വണ്ടിയുണ്ട്. ഓക്കെ. ഇത് ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. അത്യാവശ്യം ഒരു 18-20 കിലോമീറ്റർ ഒക്കെ മൈലേജ്, 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും കേട്ടോ ഈ വണ്ടിയിൽ. ഇത് എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യണേ? ഇത് നമുക്ക് 11,10,000 റുപ്യ കൊടുക്കാം. 11,10 കൊടുക്കാം. ഹിദുമത്തിന്റെ വിറ്റാര ബ്രസ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് കേട്ടോ. ZDI+ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ലത്തീഫ് ഖാൻ ഇതിന് ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് 2017 വണ്ടി, സെക്കൻഡ് ഓണറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി. 70,000 കിലോമീറ്റർ കറക്റ്റ് ഓട്ടം. 70,000 കിലോമീറ്റർ ആണ്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററിയിലുള്ള വണ്ടിയാണ്. പിന്നെ ബട്ടർ സ്റ്റാർട്ട് ഫുൾ ഓപ്ഷനുകൾ പറഞ്ഞല്ലോ. ഡീസലിലാണ് വണ്ടി നിൽക്കുന്നത്. 17 മോഡലാണ്. വേറെ ഒന്നും പറയാനില്ല വണ്ടി. കറക്റ്റ് സൗണ്ട് കാര്യങ്ങൾ, ഒരു പെട്രോൾ വണ്ടി ഓടിക്കുന്ന സ്മൂത്ത് ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. പീസ്. ഇത് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഫൈനൽ വില കൊടുക്കണ വില 7 ലക്ഷം റുപ്യ കൊടുക്കാം. 7 ലക്ഷം റുപ്യ. 7,5 ലക്ഷം റുപ്യാണ് ഇതിന്. 2017 ബട്ടൺ സ്റ്റാർട്ട് വണ്ടി, ഏറ്റവും ഫുള്ള് ZDI+ വണ്ടി. 7 ലക്ഷം റുപ്യ. ആൻഡ്രോയിഡ്, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഫോഗർ, ഡിഫോഗർ, അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന സ്വിഫ്റ്റ് കാറിൽ, അതായത് ടൈപ്പ് 2-ല് ഏറ്റവും ടോപ്പ് ഓപ്ഷനിൽ വന്നിട്ടുള്ള ഒരു കിണ്ണം പോലത്തെ ഒരു വണ്ടി എന്ന് പറയാം. ZDI ആണ് ഓപ്ഷൻ വരുന്നത്. ഈ ലത്തീഫ് മോഡൽ എത്ര? ഇത് 2013 വണ്ടിയാണ്. 1,40,000 സംതിങ് ഓടിയിട്ടുണ്ട്. ഇഞ്ചനൊക്കെ ഫുൾ ഒരു ആവിയോ ഓയിൽ അടിയോ ഓയിൽ ചെലവോ സൗണ്ട് വ്യത്യാസം, മെക്കാനിക്കൽ ഫുൾ ZDI ഫുൾ ഓപ്ഷൻ വണ്ടി. കണ്ണ് ചിമ്മിയിട്ട് കണ്ണ് തുറന്നിട്ട് തന്നെ എടുക്കാലോ. വണ്ടി പിന്നെ വേറെ തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഒന്നുമില്ല. വണ്ടി നല്ല ക്വാളിറ്റി, ഒരു സ്ക്രാച്ചും കൂടി വണ്ടിമല്ല ഇല്ല. അത്രയ്ക്കും ഫുൾ നീറ്റ് വണ്ടി. എത്രയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 3,70,000 റുപ്യ കൊടുക്കാം. ZDI ആയതുകൊണ്ടാണ്. പിന്നെ എല്ലാം ഫുള്ളാണ് വണ്ടി. ടച്ച് സ്ക്രീൻ ഉണ്ട്. പിന്നെ അലോയ്സ് കമ്പനി വരുന്നുണ്ട്. എയർ ബാഗ്, ABS ഒക്കെ വരുന്നുണ്ട്. അതിന്റെ പുറത്ത് പുതിയ ഇൻഷൂർ ഇന്നാണ് എടുത്തിട്ടാണ് കൊടുക്കാം. പുതിയ ഇൻഷൂർ എയർ ബാഗ്, ABS, അലേവിയില് ഫുള്ളാണ്. നല്ല അടിപൊളി വണ്ടി. പുത്ത ഇൻഷൂർ എടുത്തിട്ട് നേരെ പോലെ ഷെഡിലാണ് കൊണ്ടുപോയിട്ടാൽ മതി. 1 രൂപയുടെ പണി വണ്ടിമല്ല. ലോൺ എത്ര കിട്ടും? ലോൺ ഇത് നമുക്ക് ഒരു 3 ലക്ഷം റുപ്യ ബാങ്ക് കൊടുക്കാൻ പറ്റൂല. ഇവിടെ നമുക്കൊരു ഹിദുമത്തിന്റെ ഡസ്റ്റർ കാണിച്ചു കൊടുക്കാം. 85 ഡസ്റ്റർ 85 2017 വണ്ടി. 17 വണ്ടി മോഡൽ ഉണ്ട്. 2017 ഫുൾ ഓപ്ഷൻ, 85 ഫുൾ ഓപ്ഷൻ വണ്ടി. ബാക്ക് വൈപ്പർ, അലൈവില്, എയർ ബാഗ് ഒക്കെ സ്മൂത്ത് വണ്ടി. കമ്പനി സർവീസ് ഉണ്ട്. ഹിസ്റ്ററി ഉള്ള വണ്ടി. കമ്പനി സർവീസ് ഉണ്ട്. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടോ ഇത് 1,12,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. കണ്ണി ചിമ്മിട്ട് എടുക്കാം. എന്തിനാ ഈ കണ്ണ് ചിമ്മെടുക്കണം? വന്നിട്ട് കണ്ണ് തുറന്ന് നോക്കി തന്നെ എടുത്തോട്ടെ. എത്ര ഇത് നമുക്ക് 5,4 ലക്ഷം റുപ്യ കൊടുക്കാം. 5,75,000 റുപ്യക്ക് ന്യൂ മോഡൽ വണ്ടി. 17 മോഡൽ 85 വണ്ടി. കിണ്ണം പോലത്തെ ഒരു വാഗണർ കാണിച്ചു കൊടുക്കല. എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2013 ന്യൂ മോഡല്. 13 ന്യൂ മോഡൽ. അതായത് 13 വരെ ഒരു മോഡൽ വന്നിട്ടുണ്ട്. 13 പിന്നെ മാറിയിട്ടുള്ളത് 18 വരെയുള്ള മോഡൽ. ഇന്റീരിയലൊക്കെ മാറ്റം വന്നിട്ട് നല്ല കിടിലം പുത്തൻ ഷോറൂം കണ്ടീഷനിലാണ്. വണ്ടിയല്ല. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 60,000 കിലോമീറ്റർ കറക്റ്റ് ഓട്ടം. ഓട്ടം കുറവാണ്. അതിന്റെ ക്വാളിറ്റി കണ്ടുകൂടാ വണ്ടിയിലെ. മെക്കാനിക്കൽ ബോഡി കാര്യങ്ങൾ, സീറ്റ് കവർ, AC. ഇനിയിപ്പോ ഇൻഷൂർ ആണ്. ഇൻഷൂർ നമ്മൾ പുതിയത് എടുത്തിട്ട് ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോ ഇൻഷൂർ എടുത്താണ് കൊടുക്കും. വേറെ ഷെഡ് കൊണ്ടുപോയിടാം. എല്ലാ സ്റ്റാരിംഗ് കൺട്രോൾ വരുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ഉണ്ട്. ഇത് എത്ര ആസ്ക് ചെയ്യണേ? ഇത് നമുക്ക് കൊടുക്കണ വില പറഞ്ഞാ പോരെ? ഇത് 2,65,000 റുപ്യ റെഡി ക്യാഷ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. 2,65,000 പുതിയ ഇൻഷൂർ എടുത്ത് കൊടുക്കാം. ഫുള്ള് 75 ഇവിടെ ചോദിക്കുന്ന വില. ഞാനിത് കിട്ടന്റെ വിലയാണ് പറയുന്നത്. നല്ല തങ്കം പോലത്തെ ഒരു ആൾട്ടോ 800 കാണിച്ചു കൊടുക്കല. മോഡൽ കൂടിയൊരു വണ്ടിയാണ്. 2019 അല്ലെ? 2019 എയർ ബാഗ് വരുന്ന സിംഗിൾ ഓണർ വണ്ടി. 60,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വണ്ടി ഒരു റീപ്ലേസോ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി. സിംഗിൾ ഓണർ ക്വാളിറ്റി വണ്ടിയാണ്.
വേറെ ഒരു അപാകത ഒന്നുമില്ല, ഒരു അപാകതയില്ല. ഓക്കെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്കിപ്പോ വീഡിയോ എടുക്കുമ്പോ പരമാവധി കുറച്ചിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അതെ, 2,90,000 കൊടുക്കാം. എയർ ബാഗ് ഉള്ള ന്യൂ മോഡല് വണ്ടി. മാക്സിമം ഒരു 10 രൂപ ഉണ്ടെങ്കിൽ ലോൺ ബാക്കിയൊക്കെ ലോൺ കിട്ടും. ബാക്കി ലോണും ചെയ്യാനും പറ്റും. നല്ല കിണ്ണം പോലത്തെ ഒരു ആൾട്ടോ K10 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ലത്തീഫ് ക, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു. ഇത് 2017 ആണ്. ഇപ്പൊ സെക്കൻഡ് ഓണറിലേക്ക് മാറിയിട്ടുണ്ട്. മാനുവൽ വണ്ടി അല്ല, ഫസ്റ്റ് ഓണറെ കയ്യിൽ നിന്ന് ഇപ്പോ രണ്ടാമത്തെ ഓണറെ പേര് മാറി. കറക്റ്റ് സർവീസ് ഉണ്ട്, റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ല. VXI ആണ് വണ്ടി. VXI ആണോ? VXI മാനുവൽ വണ്ടി, മാനുവൽ. എത്ര ഇത് ഓടിനെ? ഇത് ഓട്ടുള്ളത് 70,000 കിലോ. അത്ര ഓടിച്ചു? ഓട്ടം വലിയ കൂടുതൽ ഇല്ലല്ല, കൂടുതൽ ഓടിയിട്ടില്ല. എത്ര ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 2,55,000 കൊടുക്കാം തന്നെ. 2,55 വണ്ടി മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാം. ഫുള്ള് ഇല്ലെങ്കിലും ഒരു 2,40 അതുവരെ ലോൺ. ഒരു 10 രൂപ പോണെന്നാ മതി അല്ലേ? ഇതിന്റെ താറ് 4x4 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ലത്തീഫ് ക, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് 2021. ഓക്കെ, 4 വീല് മാനുവൽ ആണ് വണ്ടി. 87,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ ഓട്ടാണ് വണ്ടി. എക്സ്ട്രാ ഫിറ്റിംഗ്സ് നിങ്ങൾ കണ്ടില്ലേ? ഒന്നും പറയാല്ല വണ്ടി. ഒരു ആവശ്യക്കാർക്കാണെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ ഷെഡ് കൊണ്ടുപോയിട്ടാ ഒന്നുമില്ല, ഒരു റീപ്ലേസ്. പിന്നെ എക്സ്ട്രാ ടയർ എക്സ്ട്രാ കയറ്റിയതാണ്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇപ്പൊ ഇതിമ്മ നോക്കിയാൽ ഒരുപാട് എല്ലാ ഇനിയിപ്പോ ഒന്നും ഇതൊക്കെ ബമ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ മേജറും ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 13.5 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. മാക്സിമം എത്ര പൈസ ഇറക്കാം? അതൊരു 12 റുപ്യ നമുക്ക് ഇത് ലോൺ. നല്ല കിണ്ണം പോലത്തെ ഫാൻസി നമ്പറിൽ വന്നിട്ടുള്ള ഒരു ഹൂണ്ടൈന്റെ സാൻഡ്രോ കാറാണ്. അതും പുത്തൻ മോഡൽ വന്നിട്ടുള്ള വണ്ടിയാണ്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് മുപ്പോട് ചോദിക്കാം. ലത്തീഫ് ക ഒന്ന് പറഞ്ഞു കൊടുത്താല്. ഇതിന് കുറച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പാർക്കിംഗ് സെയിലാണ് വണ്ടി. ഓക്കെ, ചെറിയ റീപ്ലേസുകൾ ഉണ്ട്, മൂപ്പര് ഉപയോഗിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹിസ്റ്ററി എടുത്തോട്ടെ, വിലപ്പാകത്ത് കൊടുക്കാം. കറക്റ്റ് 60,000 കിലോമീറ്റർ ആണ് ഓട്ടം. സിംഗിൾ ഓണർ ആണ്. മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളല്ല, ചില്ലറ റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിനൽ ഓണറെ നമ്പർ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യും, കൊടുക്കും. ഇവിടെ വരണം, വണ്ടി വന്ന് നോക്കിയിട്ട് താല്പര്യമാണെങ്കിൽ നേരെ ഓണർ റേറ്റ്. നമ്മള് റീപ്ലേസ് ഉള്ള വണ്ടികള് ഷോപ്പിൽ നമ്മള് എടുത്തു വിൽക്കലില്ല. അപ്പൊ ഇത് പാർക്കിംഗ് സെയിലായിട്ട് മൂപ്പര് വിറ്റ് തരുമോന്ന് ചോദിച്ചപ്പോ ഇല്ലത് കറക്റ്റ് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട പാർട്ടിക്ക് ഒന്നും നോക്കണ്ട. ഉപയോഗിക്കാനാവുമ്പോ അതിനുള്ള റേറ്റിൽ നമുക്ക് വാങ്ങാം. വണ്ടി കറക്റ്റ് 60,000 സിംഗിൾ ഓണർ. മോഡൽ 2020 വണ്ടി. 2020 എത്ര ചെയ്യാൻ പറ്റും? അത് നമുക്ക് മൂപ്പര് 3 ലക്ഷം റുപ്യാണ് ചോദിക്കണത്. അത് നമുക്ക് പരമാവധി പറഞ്ഞിട്ട് ഇതിന്റെ ഒരു പാർട്ടി വന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഓലേറ്റ് ഇവിടെ ഓഫീസിൽ ഇരുന്നിട്ട് ഓണർ റേറ്റ് സംസാരിച്ച് 2.5 കിട്ടിയാലും ഞാൻ വാങ്ങി കൊടുക്കാം. കാരണം ഞാൻ വാങ്ങിയിട്ടില്ല വണ്ടി. നല്ല ക്വാളിറ്റി, ഓടിക്കാനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പൊ ഫ്രണ്ടിലത്തെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അങ്ങനെ ചില്ലറ റീപ്ലേസുകളൊക്കെ ഉണ്ട്. മേജർ ആയിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ ഉള്ളത് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. വണ്ടി കറക്റ്റ് ഓട്ടം ആണ്, സിംഗിൾ ഓണർ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആർക്കും താല്പര്യം വന്നോട്ടെ, വന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോട്ടോ. മാക്സിമം ഫുള്ള് ലോണും ചെയ്യാം. ലോണൊക്കെ ഫുള്ള് കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് ഇതാ ഒരു എസ്റ്റിലോ കാണിച്ചു കൊടുക്കാം. ZS-റ്റിലോ ഇതെങ്ങനെയായിരുന്നു? ZS-റ്റിലോ ഇതേ 1 രൂപയുടെ പണി എടുക്കാനില്ല. വർക്കെടുത്ത വണ്ടി, ഫുള്ള് ബോഡി, ഒരു തുരുമ്പോ കാര്യങ്ങളോ അല്ല, ഒന്നുമില്ല. പുതിയ പേപ്പർ 2030 വരെ പേപ്പറുള്ള 2010 VXI വണ്ടി. 30 വരെ പേപ്പർ. നല്ല VXI വണ്ടി. AC ഒക്കെ നല്ല തണുപ്പുണ്ട്. പുത്ത സീറ്റ് കവർ ഉണ്ട്. മെക്കാനിക്കലി ഫുള്ള് ഷോക്ക് ആബ്സർ കാര്യങ്ങള്, ആക്സിൽ ഒക്കെ മാറിയതാ. വണ്ടി ഇപ്പൊ റിന്യൂവലിന് എല്ലാ പണിയും കഴിച്ച് കുട്ടപ്പനാക്കി നിർത്തി. 1.5 ലക്ഷം റുപ്യ കിട്ടുകയാണെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാം. VXI വണ്ടി. അതിൽ പുതിയ ഇൻഷൂർ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്കാനിക്കലി ഫുള്ള് 1 രൂപയുടെ പണിയില്ല. അതും പുതിയ 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്ത വണ്ടി. അപ്പൊ ആവശ്യക്കാരെ വിളിച്ചോട്ടെ. ഒരു സ്വിഫ്റ്റ് കാറാണ്, ഡീസലാണ്. മോഡൽ എത്രയായിരുന്നു ഇത്? ഇത് 2015 ആണ് വണ്ടി. 15 വണ്ടി. ഓപ്ഷൻ വരുന്ന VDI. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടത് 140 സംതിങ് ആണ്. അത് ഇഞ്ചനൊക്കെ പക്കയാണ്. ഓയില് അടിക്കുക, ആവി ഇഞ്ചന് പൊന്ത, സൗണ്ട് വ്യത്യാസം, പോക ഒന്നുമില്ല. വണ്ടി നല്ല കണ്ടീഷൻ, ഫുൾ ഫിറ്റ് വണ്ടി. കണ്ണ് ചിമ്മിട്ട് എടുക്കാം. ഓക്കെ. വേറെ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിമല്ല. അവിടെയും കുത്തൊന്നുമില്ല. ഇല്ലല്ല. അങ്ങനത്തെ ഒരു
ഇത് നമുക്ക് 4,15,000 റുപ്യ കിട്ടിയാ കൊടുക്കാം. 15 വണ്ടിയാണ് കേട്ടോ. 4,15 മൂപ്പര് ചോദിക്കുന്നത്. മാക്സിമം ഫുൾ ലോൺ കിട്ടോ? ലോൺ കിട്ടൂല, ഒരു 3.25 എന്തായാലും വേണ്ട.